എടവനക്കാട് തീരപ്രദേശത്തെ കടൽക്കയറ്റ ഭീഷണി നേരിടുന്ന പഴങ്ങാട് കടപ്പുറവും പ്രദേശ ദുരിതമനുഭവിക്കുന്ന തീരദേശവാസികളെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഹൈബിയുടെ എംപിയും സന്ദർശിച്ചു. തീരദേശത്തെ ജനങ്ങൾ ഒരുപാട് പരാതികൾ പ്രതിപക്ഷ നേതാവിനോടും എംപിയോടും പങ്കുവച്ചു. നിയമസഭയിൽ തീരദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം, എടവനക്കാട് മണ്ഡലം UDF ചെയർമാൻ VK ഇക്ബാൽ, മണ്ഡലം പ്രസിഡന്റ് TP വിൽസൺ, എറണാകുളം DDC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, MJ ടോമി, VS സോളിരാജ്, KM പ്രസൂൺ തുടങ്ങി നിരവധി പ്രമുഖരും തീരദേശത്തെ ജനങ്ങളും നാട്ടുകാരും ഉണ്ടായിരുന്നു. ചെയ്താൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സ്ട്രെച്ച് മാത്രമായിട്ട് ചെയ്യരുത്, ആ ഇമ്പാക്റ്റ് കൂടി ഈ മറ്റ് സ്ഥലത്തേക്ക് വരും. അതൊരു സെക്കൻഡ് റീച്ച് ആയിട്ട് അവർ വെച്ചു. ഇപ്പോൾ ഫോർട്ട് കൊച്ചി ഭാഗത്ത് നേവിയുടെ അവിടെ പ്രൊട്ടക്റ്റഡായി, ഇവിടെ ഹാർബറും ചെല്ലാനും പ്രൊട്ടക്റ്റഡായി. ഇതിൻ്റെ ഇടയ്ക്കുള്ള കണ്ണമാലിയിലേക്കാണ് ഏറ്റവും കൂടുതൽ കടൽ കയറുന്നത്. അപ്പം അന്ന് തന്നെ ആ വർക്ക് പൂർത്തീകരിക്കും. യോഗം കൂടിയിട്ട് എത്ര ആളായിട്ടുണ്ട്? മുഖ്യമന്ത്രിയുടെ മീറ്റിംഗ് ജനപ്രതിനിധികളുടെ മീറ്റിംഗ് മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ജില്ലയുടെ മീറ്റിംഗ് അധ്യക്ഷൻ അദ്ദേഹമാണ്. മീറ്റിംഗ് കൂടാത്തതിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ സമയത്ത് 18 പ്രാവശ്യം കൂടിയിട്ടാണ്. 18 പ്രാവശ്യം 5 കൊല്ലത്തിനിടയിൽ നമ്മളെപ്പോൾ മീറ്റിംഗ് കൂടണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൂട്ടും. ഞങ്ങൾ ആരെങ്കിലും MLA LDF MLA UDF MLA ഇവിടെ വന്ന് കൂടും. പുള്ളി ഇവിടെ വരും. കൊച്ചിയിൽ വന്നിട്ട് തിരുവനന്തപുരത്ത് വിളിക്കണം. ഇവിടെ ഓഫീസിൽ വന്ന് വിളിച്ച് കൂടുമായിരുന്നു. അപ്പോൾ വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ വരും. ഈ കണ്ടില്ല റോട്ടിൽ റോഡും കടലും ഒന്നിച്ച് കിടക്കുന്നു. ഞങ്ങളെപ്പോലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഞങ്ങൾക്ക് അത് കിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും വെള്ളം കുടിക്കാൻ ആദ്യം കുടിച്ചാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിൽ വരുന്ന എതിർ തന്നെ റോഡാണ്. പിന്നെ ഞാൻ വന്നത് ഞങ്ങൾ പെരക്കകത്ത് കൂടെ എത്തിയാണ് കടലിൽ വന്ന് പോയത്. ഇതൊക്കെ ഞങ്ങൾ ഈ ചെളി വെള്ളം കൂടിയാവുകയാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ഞങ്ങൾ ചത്തട്ട് ഞങ്ങൾക്ക് 10 ലക്ഷം വേണ്ട. ആ കടലിൽ വൃത്തിയായിട്ട് തന്നെ മതി. 20 വർഷം അത്ര വിഷമിച്ചിട്ട് പറയണത് ഞങ്ങൾ എന്നോട് ഞാൻ എന്തറിയാമോ, ഞങ്ങൾ ഈ കണ്ട സാർ കണ്ടായി കാഴ്ച ഇത് ഇവിടെ ഞങ്ങളുടെ നോക്കി ഈ വെള്ളം തന്നെ മുഴുവൻ ഞങ്ങളുടെയൊക്കെ വീട്ടിലേക്കാണ്. ഞങ്ങൾ ജീവനുള്ള മനുഷ്യർ ഞങ്ങൾക്ക് ജീവിക്കുന്ന ആഗ്രഹം കൂടി എന്നാൽ ഞങ്ങൾ കുറെ കഷ്ടപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾക്ക് അത്ര ഒരാശ്വാസം ഞങ്ങൾക്ക് കിട്ടും. ഇവിടെ വന്നവരുണ്ടല്ലോ സാറേ, വരാനവരും പറഞ്ഞു പിന്നെ വരില്ല. പിന്നെ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിക്കണേ. ഞങ്ങളുടെ നിങ്ങൾ 10 ലക്ഷം അപ്പൊ എന്താ 10 ലക്ഷം കിട്ടണ്ട. 5 ലക്ഷം വേണ്ടേ? അതുകൊണ്ട് സീവാളും ശരിക്കുന്നവർ വേറെ കാശ് വേണ്ട. ഞങ്ങൾ ചത്താ ഞങ്ങൾ മറ്റേ സംഘത്തില് ഇത് കൂടിയിട്ടുണ്ട്. അവര് കൂടെ കൂടും. ഞങ്ങൾക്ക് വേണ്ട സീവാളും വെച്ചിട്ടുണ്ടെങ്കിലും ചെയ്തു തരണം. അതിന് നിങ്ങൾ പരിഹാരം കാണണ്ട. അത്രേ ഉള്ളൂ പറയാനുള്ളത്. ഞങ്ങൾ താഴ്വായിട്ട് ഞങ്ങൾക്കൊന്നും കിടന്ന് സുഖമായിട്ട് ഞങ്ങൾ അത്രയും വിഷയം ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് പഠിക്കാൻ പോകണം. ഞങ്ങൾ വിഷമിക്കുന്നറിയാമോ? ഞങ്ങൾക്ക് ആരും വന്നാലും ചെയ്തരാന്ന് പറയാണ്ട് ഞങ്ങൾക്ക് ചെയ്യുന്നോട് ഞങ്ങൾ അത്രയും പറയാം സാധിച്ചതായിരുന്നു. ഞങ്ങൾ അതാണ് മാത്രമേ ഞങ്ങൾ പറയണുള്ളൂ. 20 വർഷം 5 ജീവൻ പൊലിഞ്ഞ സ്ഥലമാണിത്. 20 വർഷമായിട്ടും ഈ ഒരു സീവള അതേ വിധത്തിൽ തന്നെ കിടക്കുകയാണ്. ഞങ്ങൾക്കൊന്ന് പേടിക്കാതെ അന്തിയുറങ്ങാനാണ്. ഒരുറക്കം കഴിയുമ്പോൾ വെള്ളം കയറുന്നുണ്ട്, അത് തപ്പി നോക്കും. അതാണ് അത് പാസ്സാക്കിയിട്ട് ഫണ്ടിൽ നിന്നേ കഴിയുള്ളൂ. നിലവിലുള്ള അറിയാലോ, സർക്കാർ ഫണ്ടിൽ നിന്ന് കിട്ടാൻ സാങ്കേതികത്വം ഒരുപാടുണ്ടാവും. അത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം അടിയന്തരമായിട്ട് ജില്ലയുടെ യോഗം വിളിപ്പിക്കാൻ ശ്രമിക്കും. സാറ് പറഞ്ഞാൽ ഇതുവരെ വിളിച്ചിട്ടില്ല, ഈ സർക്കാർ വിളിച്ചിട്ടില്ല. ജില്ലയുടെ യോഗം വിളിക്കും. 390 കോടി രൂപ ഫണ്ട് 2.5 കോടി രൂപ വാങ്ങിച്ച് ശമ്പളം തന്നെ കുറേ ആളുകൾ ഇങ്ങനെ ജീവിക്കണം. എന്താണ് എൻ്റെ ഉദ്ദേശം? ഈ ഐലൻഡിന് വേണ്ടി ഉണ്ടാക്കി. ഈ ഐലൻഡിന് ഇതുപോലുള്ള 5-6 ഐലൻഡുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. ആ ഐലൻഡ് നികത്തിയ മണ്ണ് വിറ്റ കാശ് കൊണ്ടാണ് കിടക്കുന്നത്. അത് ശരിയാക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ എന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ വരും. ആ ജില്ലയുടെ ഓഫീസിൽ വരും. ജില്ലയുടെ ഓഫീസിൽ ഞങ്ങൾ പിടിച്ചെടുക്കും. വേറെ അടുത്ത സമരം അതാണ്, ജില്ലയുടെ ഓഫീസ് പിടിച്ചെടുക്കും. വേറെ നമുക്ക് വേറെ മാർഗ്ഗമൊന്നും ഇവിടെ ആളുകൾ താമസിക്കാനുള്ള പ്രശ്നം അതിനേക്കാളും ഉപരി ഗുരുതരമായൊരു പ്രശ്നം ഇവിടെ അഭിമുഖീകരിക്കണം. ഈ ചെമ്പിക്കെട്ടുകളില്ലാണ്ടാവും. രൂക്ഷമായ കടലാക്രമണത്തിന് വിധേയമായിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നായരമ്പലം സ്ഥിതി. ഈ 2.5 കിലോമീറ്റർ ദൂരം ഇവിടെയും നായരമ്പലത്തും ഉള്ള സാധാരണക്കാരായ മനുഷ്യരാണ് ഇവിടെ ജീവിക്കുന്ന തീരപ്രദേശത്ത്.
അവരുടെ ജീവിതം അസാധ്യമാകുന്ന തരത്തിലാണ് ഈ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സുനാമിക്ക് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന കടൽ ഭിത്തി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല. കരിങ്കല്ല് കല്ലാണ് ഇട്ടിരിക്കുന്നത്, ആ കല്ലെല്ലാം തെറിച്ച് വീണ് കിടക്കുകയാണ്. അത് മെയിൻ്റനൻസ് നടത്തിയാൽ തന്നെ താൽക്കാലിക ആശ്വാസവും. അത് മെയിൻ്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാഗുകൾ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. കരിങ്കല്ല് തെറിച്ചു പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അഴിഞ്ഞ് ആ ചാക്ക് പല വീടുകളിൽ കയറിയിരിക്കുകയാണ്. അവരുടെ മത്സ്യം വളർത്തുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിയിരിക്കുകയാണ്. അത്ര അപകടകരമായ രീതിയിലാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, പ്രായമായവർക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല, സുഖമില്ലാത്തവർക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. യഥാർത്ഥത്തിൽ ഗോശ്രീ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഉണ്ടാക്കിയത് ഈ ദ്വീപസമൂഹങ്ങളുടെ ഇതുപോലുള്ള ഗൗരവകരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ജിഡയുടെ മീറ്റിംഗ് പോലും കൂടാറില്ല. ജിഡയിൽ നിന്നുള്ള ആവശ്യമായ തുകയെടുത്ത് ഈ കടൽ ഭിത്തി നിർമ്മിക്കുക, നേരത്തെ തന്നെയുള്ള IITയുടെ റിപ്പോർട്ട് അടക്കമുള്ള ശാസ്ത്രീയമായ മുഴുവൻ പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യാതെ ജനങ്ങളെ മുഴുവൻ ദുരിതക്കടലിലേക്ക് തള്ളിവിടുകയാണ്. അത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ദുരിതപൂർണമായ ജീവിതമാണ് ഈ തീരപ്രദേശത്തെ സാധാരണക്കാർ നയിക്കുന്നത്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, ചോരയാണ് വരുന്നത്. അത്രയും സങ്കടത്തിലാണ് അവർ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം പറയുന്നത്. ഇവിടെ ഫിഷറീസ് വകുപ്പ് 2000 കോടി രൂപയുടെ പാക്കേജ്, 5000 കോടി രൂപയുടെ പാക്കേജ് എല്ലാം പ്രഖ്യാപിക്കും. 1 രൂപ പോലും അതിൻ്റെ പേരിലൊന്നും ചിലവാക്കിയിട്ടില്ല. ഞാൻ നിയമസഭയിൽ പല പ്രാവശ്യം പറഞ്ഞതാണ്, തീരദേശ പാക്കേജ് എന്ന് പറഞ്ഞിട്ട് 1 രൂപ പോലും അതിനു വേണ്ടി ചിലവാക്കുന്നില്ല. മന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ നിയോജകമണ്ഡലത്തിലും തീര സദസ്സുകൾ നടത്തി. ഇവിടെ വന്ന് എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തത്, അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണേണ്ട, പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. അല്ലെങ്കിൽ തന്നെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഒരു വർഷത്തിൽ എത്രയോ ദിവസമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്, അവർക്ക് പോകാൻ പറ്റുന്നില്ല, കടലിൽ പോകാൻ പറ്റുന്നില്ല. 2, മത്സ്യലഭ്യത വളരെ കുറവാണ്. 3, 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന കാലത്താണ് 25 രൂപയുടെ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. ആ 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന കാലത്ത് 25 രൂപ സബ്സിഡി കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് 120 രൂപ മുതൽ 140 രൂപ വരെയാണ് മണ്ണെണ്ണയ്ക്ക്. അപ്പോഴും സബ്സിഡി 25 രൂപയാണ്. തമിഴ്നാട് മുഴുവൻ സബ്സിഡി കൊടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. ഇവിടെ ജീവിതം ദുരിതമാണ്. അതിൻ്റെ മീതെയാണ് ഈ തീരശോഷണവും ഈ കടലാക്രമണവും. അവരുടെ വീടിനകത്താണ് വെള്ളം, വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു. ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ്. എനിക്ക് സംശയം, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഇടപെടാത്തത്? ഇവിടെ നിന്നും ഇവരെ മുഴുവൻ എവിക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത്. അപകടമാണിത്. ഗൗരവത്തോടുകൂടി ഈ ആഴ്ച തന്നെ ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിക്കും. ഇതിന് പരിഹാരമുണ്ടാക്കുന്നത് വരെ എൻ്റെ തൊട്ട് അയൽ നിയോജകമണ്ഡലം കൂടിയാണ്, സഹോദരങ്ങളാണ്. അവരുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നത് വരെ ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കും. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോലും പ്രോജക്റ്റുകൾ കൊടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ MP-മാർ ഹൈബി ഈഡൻ്റെ നേതൃത്വത്തിൽ ഏതെങ്കിലും പ്രോജക്റ്റുകൾ സംസ്ഥാനത്ത് തീരപ്രദേശത്തുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ MP-മാരുടെ നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്താമെന്ന് കരുതി. അപ്പോൾ MP-ക്ക് കിട്ടിയ ഉത്തരവ്, ഹൈബിയുടെ MP-ക്ക് കിട്ടിയ ഉത്തരവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരപ്രദേശത്തെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രോജക്റ്റും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മുൻപാകെ സമർപ്പിച്ചിട്ടില്ല എന്ന്. അതും വലിയ ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. കാരണം MP-മാർക്ക് പ്രോജക്റ്റ് കൊടുക്കാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെൻറ്റിന്. കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റ് കൊടുക്കുന്നത് ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അത് കൊടുത്താൽ അത് നേടിയെടുക്കുന്നതിനുള്ള സമ്മർദ്ദം ഞങ്ങളുടെ എല്ലാ MP-മാരെ അണിനിരത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ ഞങ്ങൾ ചെയ്യുമെന്നുള്ളൊരു വാക്കുകൂടി ഈ അവസരത്തിൽ പറയാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തും. എന്നിട്ടും നടപടിയായില്ലെങ്കിൽ അതൊരു വലിയ പ്രക്ഷോഭണമായി തീരപ്രദേശം പ്രക്ഷോഭണത്തിലേക്ക് അവരെ വിടാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ പ്രക്ഷോഭണം പോലെ ആയിരിക്കില്ല തീരപ്രദേശത്തെ ജനങ്ങൾ പ്രക്ഷോഭണം നടത്തിയാൽ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ലോക്കലായിട്ടുള്ള ആളുകളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കും അവർ ചെയ്യുന്നത്. പക്ഷെ ഗവൺമെൻറ്റല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഗവൺമെൻറ് കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതല്ലേ പ്രശ്നം. ലോക്കലായിട്ടുള്ള സംഘടനകൾ ആളുകൾ അവർ പരിപാടി നടത്തിയില്ലെങ്കിൽ അവർ ആദ്യം കാണുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ എന്നോട് സങ്കടം പറഞ്ഞു. അവർക്കറിയാം ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഇതിനകത്ത് തീരുമാനമെടുക്കേണ്ട ആളല്ല ഞാനെന്നറിയാം. പക്ഷെ സങ്കടം പറയും.
തീരപ്രദേശത്ത് വരുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ ഭാഷയിലൊക്കെ ഒന്നൊരു വ്യത്യാസം ഉണ്ടാവും, രൂക്ഷമായിട്ട് സംസാരിക്കും. അത് അവരുടെ സങ്കടമാണ്. അവർ ഈ കടലിനോട് മല്ലിട്ട് വെയിലത്തും മഴയത്തും ഒക്കെ ജോലി ചെയ്യാൻ പോകുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് നമ്മളെ പോലെ ഈ അല്ലാത്ത സ്ഥലത്ത് സേഫായിട്ട് ജീവിക്കുന്ന പോലെ പോളിഷ്ഡായിട്ടൊന്നും അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അവരവരുടെ ദേഷ്യവും സങ്കടമൊക്കെ പറയും, നമ്മളത് കേൾക്കുക, അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. ഈ ടെട്രാപോഡ് നടപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ സഹായം ഇല്ലാതെ പറ്റില്ല എന്ന് കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അതിന് എന്ത് പ്രോജക്റ്റാണ് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൽ സമർപ്പിച്ചിട്ടുള്ളതെന്ന് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടി ആ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം നേടിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ മുഴുവൻ MP-മാരെയും അണിനിരത്തി സമ്മർദ്ദം ചെലുത്തിയത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഞങ്ങൾ വാങ്ങിച്ചു. ഏത് പ്രോജക്റ്റാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിൽ കൊടുത്തിട്ടില്ലെന്ന് പറയാം, ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മതി. ഇല്ലെങ്കിൽ ഞങ്ങളോട് പറയണമെന്നില്ല, MP-മാരുടെ മീറ്റിംഗ് അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടി അവിടെ പറഞ്ഞാലും മതി. ഈ സർക്കാരിന്റെ ഭാഗത്ത് അത്തരത്തിലൊരു ശ്രമമില്ല എന്നാണ് പറയുന്നത്. കാരണം ഈ ചെല്ലാനത്ത് 7 കിലോമീറ്ററോളം അല്ല, അത് തന്നെ വലിയ വിഷയമായി. ആ ഒരൊറ്റ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാത്തത് ആ പഞ്ചായത്തിൽ തന്നെയുള്ള കണ്ണമാലി വെള്ളത്തിലാണ്. ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇത് വളരെ ശാസ്ത്രീയമായി ചെയ്യേണ്ടതാണ്. ചെയ്ത പ്രദേശം സേഫാണ് 7 കിലോമീറ്റർ, പക്ഷെ ചെയ്യാത്ത പ്രദേശത്ത് ഈ ചെയ്ത പ്രദേശത്തു കൂടി ഉണ്ടാകുന്ന ആഘാതം കൂടി തൊട്ടപ്പുറത്തുണ്ടാവും. അപ്പോൾ ചെല്ലാനത്ത് ഇത് ചെയ്തപ്പോൾ കണ്ണമാലി വെള്ളത്തിലായി. അതെ, റോഡ് ഉപയോഗിച്ച് അതുകൊണ്ട് കണ്ണമാലി വെള്ളത്തിലായി. അപ്പോൾ അപ്പുറത്ത് ചെയ്തതിൻ്റെ കൂടി ഇമ്പാക്റ്റ് ഇപ്പുറത്ത് വന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വളരെ ശാസ്ത്രീയമായും ഭംഗിയായും ചെയ്തു തീർക്കേണ്ട കാര്യമാണ്. പിന്നെ എന്തിനാ 2000 കോടി രൂപയുടെയും 5000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്നത്? എന്തിനാ? ആരെ കബളിപ്പിക്കാനാണ്? ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? ഇവിടെ ഒരു DPR തയ്യാറായിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ തവണ സബ് കളക്ടർ ഇവരെ പ്രതിഷേധിച്ചപ്പോൾ വന്ന് പറഞ്ഞത്. അപ്പോൾ DPR-ന് അപ്പുറം ഒന്നും നടപടി ആയിട്ടില്ല എന്നാണോ? IIT റിപ്പോർട്ടുണ്ട്, DPR ഉണ്ട്, ഒരു നടപടിയിലേക്കും പോയിട്ടില്ല. വേറെ 13 പുലിമുട്ട് നിർമ്മിക്കണമെന്നും പറഞ്ഞുള്ള IIT റിപ്പോർട്ടാണ്. 6 ആകെ ഉള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പ്രശ്നമാണ്, ഒരു നടപടിയിലേക്ക് പോകുന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇല്ലെങ്കിൽ ജിഡയിൽ പണമുണ്ട്. ജിഡയിലെ പണം ഈ ദ്വീപ് നിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പണമാണ്. ജിഡയിലെ പണം ജിഡയുടെ മീറ്റിംഗ് പോലും കൂടാറില്ല. ജിഡയുടെ മീറ്റിംഗ് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രയോറിറ്റി മുൻഗണന കൊടുത്ത് ചെയ്യണ്ടേ? ഞങ്ങൾ എപ്പോഴും നിയമസഭയിൽ ചോദിക്കും, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്, നിങ്ങളുടെ മുൻഗണന എന്താണ്? ഇതൊക്കെയല്ലേ മുൻഗണന. ഇവരുടെ സങ്കടങ്ങൾ തീർക്കലല്ലേ മുൻഗണന, അല്ലാതെ വേറെ എന്ത് കാര്യം ചെയ്തിട്ടുണ്ട്? കാര്യം തീരവാസികൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു പദ്ധതിയും കേന്ദ്രത്തിന് മുമ്പിൽ വെച്ചിട്ടില്ലെന്നാണോ പറയുന്നത്? എന്നാണ് പാർലമെന്റിൽ കിട്ടിയ ഉത്തരം, MP-ക്ക് കിട്ടിയ ഉത്തരം. പ്രോജക്റ്റുകളൊന്നും പെൻഡിങ് പ്രോജക്റ്റുകളൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഹൈബി ഈഡൻ MP-ക്ക് പാർലമെന്റിൽ അദ്ദേഹം പറയും. 2015 ശേഷം, അതായത് സാങ്കേതികമായി പറഞ്ഞാൽ UPS സർക്കാർ അധികാരമൊഴിഞ്ഞ് NDA സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എൻ്റെ ചോദ്യത്തിന് മറുപടിയായി കിട്ടിയത് 1 രൂപ പോലും കേന്ദ്ര സർക്കാർ തീരദേശത്തെ കടൽഭിത്തി പുലിമുട്ട് നിർമ്മാണത്തിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് ചോദ്യോത്തര വേളയിൽ ചോദിച്ചപ്പോൾ ഇതിനെ സംബന്ധിച്ച് യാതൊരു പദ്ധതിയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പുതിയ സെഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, 17ാം ലോക്സഭയിൽ നൽകിയ മറുപടി അതിനനുസൃതമായി ഒരു പദ്ധതിയും ഈ കഴിഞ്ഞ 8 വർഷമായി സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MP-മാരുടെ കോൺഫറൻസ്, ഓരോ സഭ നടക്കുമ്പോൾ അതിന് മുന്നോടിയായി MP-മാരുടെ കോൺഫറൻസ് മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കും. അത് കോവിഡിന് ശേഷം ഇതുവരെ ഓൺലൈനായിട്ടേ നടന്നിട്ടുള്ളൂ. കോവിഡിന് ശേഷം ഒരു ഫിസിക്കൽ മീറ്റിംഗ് പോലും നടന്നിട്ടില്ല. അപ്പോൾ ആ മീറ്റിങ്ങുകളിൽ ഞങ്ങൾക്ക് ഒരു നോട്ട് തരും, ഫോളോ അപ്പ് ചെയ്യേണ്ട GST മാറ്റേഴ്സ് തരും, റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തരും. അങ്ങനൊരു വിഷയത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊജക്റ്റ് ഏതെങ്കിലും ജില്ലയുടെ ഏതെങ്കിലും തീരദേശത്തെ മേഖലയിൽ നൽകിയിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യം പോയത് ചെല്ലാനത്തേക്കാണ്. ചെല്ലാനത്ത് തോത്തെ ചുഴലിക്കാറ്റുണ്ടായതിനു ശേഷം എത്രയോ വീടുകൾ, 400-ലും 500-നും ഇടയ്ക്ക് വീടുകൾ പരിപൂർണമായി തകർന്നു. ആ വീടുകളിലെല്ലാം 1 രൂപയുടെ സാമ്പത്തിക സഹായം പോലും സർക്കാർ നൽകിയില്ല. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ പ്രഖ്യാപിച്ച പദ്ധതി അതിൻ്റെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. ഊരാലുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല ടെട്രാപോഡിൻ്റെ നൽകിയത്. അത് കണ്ടക്കടവ് കണ്ണമാലി പ്രദേശത്ത് നിശ്ചലമായതോടുകൂടി അതിൻ്റെ 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ടെട്രാപോഡ് ആദ്യത്തെ മേഖലയിൽ നിർമ്മിച്ചു, ഒരുവിധം പരിഹാരം ചെല്ലാനം ഭാഗത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കണ്ണമാലിയിലും അത് കിട്ടണമെങ്കിൽ അവിടെയും ഈ നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കണം.
നായരമ്പലം എടവനക്കാട് പഞ്ചായത്തുകളിൽ നിലവിലുള്ള കടൽഭിത്തിയുടെ മെയിൻ്റനൻസ് പോലും ഇപ്പോൾ തീരദേശ സദസ്സിൽ പ്രഖ്യാപിക്കപ്പെട്ട എല്ലാ വാക്കുകളും പാഴ്വാക്കുകളായി എന്ന് മാത്രമല്ല, നിലവിലുള്ള വലിയ കല്ലുകൾ പോലും പെറുക്കി വെക്കാൻ പോലുമുള്ള പണം നൽകിയോ അതിനുള്ള പദ്ധതി തയ്യാറാക്കുകയോ ചെയ്തിട്ടില്ല. അത് തന്നെ ഉണ്ടായാൽ വലിയ ആശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ജീവനും ജീവനോപാധിയും സംരക്ഷിക്കാൻ വേണ്ടി സർക്കാർ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതോടൊപ്പം തന്നെ റോഡുകൾ, സംസ്ഥാനത്തെ റോഡുകളാകെ തകർന്നു കിടക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ മന്ത്രി റിയാസ് പറഞ്ഞിരുന്നു ചില ആളുകൾ കൂടോത്രത്തിന് വേണ്ടി റോഡ് കുഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാകുമ്പോൾ കുഞ്ഞനം കുത്തി കാണിക്കാമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ 90% റോഡുകൾ റെഡിയാണെന്നാണ് പറയുന്നത്. നമ്മളാരും മനുഷ്യരല്ല റോഡിൽ കൂടി നടക്കുന്നതെന്ന് തോന്നിപ്പോവും. യാഥാർത്ഥ്യം നമ്മൾ കൊണ്ടുവന്നതാണ്. യാഥാർത്ഥ്യം എന്താണ്? യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ റോഡുകളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? യാത്ര ചെയ്യാൻ പറ്റും. ഏതെങ്കിലും വർക്ക് അല്ലെങ്കിൽ കരാറുകാരെ എടുക്കുന്നുണ്ടോ? കോടിക്കണക്കിന് രൂപ കരാറുകാർക്ക് കൊടുക്കാൻ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ചിട്ടിരിക്കും. ഈ നാഷണൽ ഹൈവേ തന്നെ പണിയുന്ന എന്താ? തോന്നിയ പോലെയല്ലേ? നിങ്ങൾക്ക് ഈ അരൂരിൽ നിന്ന് ഒന്ന് ചേർത്തല വരെ എത്താൻ എത്ര സമയം വേണം? തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് കാറിൽ വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ വരണമെങ്കിൽ എത്ര മണിക്കൂറാണ് നിങ്ങൾ എടുക്കുന്നത്? അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് യാതൊരു ഉത്തരവാദിത്തം ഇല്ലേ? അപ്പോൾ പാരലായിട്ടുള്ള ഹൈക്കോടതി വരെ ഇടപെട്ട് പറഞ്ഞു പാരലായിട്ടുള്ള റോഡും സംവിധാനങ്ങളും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ഇതിന് വേണ്ടിയിട്ട് പാരലായിട്ട് ഒരു റോഡ് പണി, ഈ റോഡ് പണി തീരുന്നവരെ മനുഷ്യരായിട്ട് റോഡിൽ കൂടി നടക്കണ്ടേ? എത്രയോ മണിക്കൂറുകളാണ് റോഡുകളിൽ കിടക്കുന്നത്. കുഞ്ഞുങ്ങൾ, പ്രായമായ ആളുകൾ, സുഖമില്ലാത്ത ആളുകൾ, റോഡുകൾ മുഴുവൻ മോശമായിരിക്കുകയാണ് സംസ്ഥാനത്ത്. എന്നിട്ട് മന്ത്രി മാത്രമേ ഇത് അറിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്ന് എറണാകുളത്ത് എത്താൻ വേണ്ടിയിട്ട് കുന്നംകുളത്ത് നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് വരുന്നത് മാറ്റിയിട്ട് 16 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടാണ് വന്നത്. കാരണം റോഡ് മോശമായത് മുഖ്യമന്ത്രിക്ക് തന്നെ കേരളത്തിൽ. ഇതാണ് സ്ഥിതി. അത് എല്ലാ മാധ്യമങ്ങളും അല്ലേ, എല്ലാ മാധ്യമങ്ങളും ഗൗരവത്തോടു കൂടി ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ in Edavanakad, we visited that place during the monsoon season also, and all other season also. Aggressive sea erosion is happening. The attack from the sea. So many houses were lost, and the people are in trouble. There are no roads. Entire roads have been washed out, and water is. This saline water is coming to the houses of people. So many persons lost their essential places. People cannot live this year. The fishermen community is living here. The poor fishermen community are struggling to meet the two ends of their life. So do you think state government is neglecting? State government has to protect the sea coast area. There are so many programs. There is a study conducted by the IIT Madras is there. That is pending. And during the Theeradesha Sadasai program conducted by the Fisheries Minister, he provided so many promises to the people of this area. Nothing happened. And in the budget, 2-3 budgets of Kerala state government, so many packages for the coastal area have been announced by the honorable government, honorable finance minister during the last government and this government also. Nothing happened. Not even a single rupee has been spent for the protection of. See, maybe because of the climate change, maybe because of some other reasons. Anyway, the Arabian Sea is very turbulent, and the people, those who are living in the coastal area, are suffering too much. We cannot, they cannot afford. They are trying to go away from this place, but there is no place, no other livelihood. Their only livelihood is this fishing. So they cannot move out. They cannot go to any other places. So they have to live here. We have to give protection to them. Unfortunately, the government is not doing anything. Our MP got an answer. Mr. Haibi Eden got an answer on the floor of the parliament that there is no pending project submitted by the state government before the central government. That is also very surprising, because we need the financial assistance from the central government. How can a MP or MPs provide the projects? Only through the state government we can provide the projects. So they have to, the state government has to provide the projects to central government
and there is a Ghostly Development Authority is pending. There are funds there. Chairman is there, Chief Minister himself, but there is no meeting. Not even a meeting is going on there. So our demand, short-term measures and long-term measures are to be taken. A short-term measure is the maintenance of the existing seawall. That is not happening for the last 20 years. That is not happening. That is the short-term measure. Long-term measure is complete seawall in the entire area. So are you planning to raise their concerns? Definitely, I will raise this matter on the floor. Okay, thanks. Situation for quite some years. No maintenance have been happened in the last years. The state government, especially the fisheries minister, went to all the coastal panchayats, 48 coastal panchayats and coastal constituencies in Kerala, and has declared many projects. But unfortunately, not a single rupee has been spent to reclaim or reconstruct the sea walls or the groins. So it is an alarming situation, especially during the time of monsoon. The life and livelihood of the fishermen community has been worstly affected. This has never happened in the history of Kerala, that such disaster, especially when tsunami, Okhi and Tote cyclones have hit this coast very badly. It's high time that the state government to take an initiative. Also, no projects have been submitted to the central government for financial assistance in the last 8 years after the LDF regime. So we demand that a joint action should happen. Both the center and state should financially help the coastal people of the coastal belt, especially the fishermen community. And we as the people's representatives are fully committed to this, and we are ready to cooperate without any political barriers. We are ready to cooperate in this matter. And have you raised this concern? I have always, you can check the records in the 17th Lok Sabha, the maximum number of issues related to CRZ, related to Fisheries Department, the fishermen community of Kerala has been raised by a parliament member from Ernakulam. That is good. And you can also make sure that a reply to my question, after 2015, not a single rupee has been given by the central government for the protection of the coastal areas, for building the seawalls. And this happened because no projects were submitted by the state government as well. So it is a very critical situation. Honorable opposition leader has assured his support. We are all expecting him to raise this in the coming assembly sessions, and we are also taking up the issue in many different levels. I have written a letter to the Honorable Minister for Fisheries, Rajiv Ranjan Singh, for Kannamali and Edavanakad and Vaipin Islands for allotting more money for the protection of these areas. And do you think the state government has been neglecting them for a long time? Absolutely. The fishermen community, especially the coastal area people, have only been given, they have been given a lot of hopes, but nothing has been in action as well. As I said, there were projects raised by the panchayat presidents. There is an exclusive body for the islanders called the Ghostly Inland Development Authority, which have been defunct. Even a single rupee which has to be sanctioned by the Chief Minister of Kerala. But unfortunately, JIDA meetings have not been happening at regular intervals. So I think that is also a major concern which we are raising. Our panchayat presidents have been removed. Congress panchayat presidents have been removed from the JIDA body, which is a body where the islanders' issues should be raised by the people's representatives. Unfortunately, that has also been excluded. So, honorable opposition leader is taking this. As an opposition, being an opposition, do you think that you are going to do a lot of agitations or protests around this matter? No, it is not about protest or agitations. The civil society and community is already doing a protest. As party, Congress party also will take initiative for the protest. Our DCC president is totally involved in these issues. But apart from that, we need a solution for the problem. And the solution happens only when maintenance work of the broken seawalls happen. Also, we need money for new seawalls and groins, which is very critical in building this. Even when 2 lakh rupees were given from the disaster relief, when the panchayat did a temporary sand wall, even that money was being allotted after years. So those are major concerns. Disaster relief money should be released by the Honorable District Collector. I've been speaking to him also, and he is also quite involved in this matter. And Tetraport, Whatever the model is,
in Chellalam, up to 7 kilometers of tetrapod is very effective. But in the same panchayat, Kannamali area is neglected as a second phase. Because of building the walls using tetrapods in Chellalam area, the entire pressure is now in Kannamali area where they are facing a critical situation. So that project should be extended to Kannamali also, so that they are also safe. We expect that tetrapods would be placed in Edavanakad, Vaipin areas as well, so that these people can live in harmony. Thank you so much. പറയാനുള്ള ഈ അവസ്ഥ കടലിന്റെ ക്ഷോഭം കൊണ്ട് കിടക്കാൻ വരുന്നില്ല, അതി ഉറങ്ങാൻ പറ്റണില്ല. കുട്ടികളായിട്ട് എങ്ങാട്ട് ഞങ്ങളിപ്പോ അവിടെ അവിടെ ആ പരിസരം പക്ഷെ ഇവര് ഒരു റൗണ്ടായിട്ട് ഒരു 5-6 കുടുംബമുണ്ട്. ഞങ്ങളവിടെ ഒരു 10-100 കുടുംബമുണ്ട്. ഇതിലും കച്ചറ കച്ചറയുടെ ഞങ്ങളുടെ അവസ്ഥ. വഴിയില്ല, ചെമ്മിക്കെട്ടാണ് ഞങ്ങളുടെ മുമ്പോശം കടലിൽ ഒട്ടും വഴിയില്ല. ഞങ്ങൾക്ക് 20 കൊല്ലം ഈ ദുരിതം തുടങ്ങിയിട്ട്. 8 പുലിമുട്ടാണ് ഇവിടെ പാസ്സാക്കാന്ന് ഇടാവെന്ന് പറഞ്ഞത്. അപ്പം 3 ഇട്ടിട്ടുള്ളൂ. ബാക്കി പുലിമുട്ട ഇടുക, അല്ലെങ്കിൽ സീവാള് ഉടനടി ശരിയാക്കി തരാനുള്ള ഒരു ഇത് നിങ്ങൾ ചെയ്തു തന്നാൽ മതി. ചാനലുകാരും MP വന്നിന്ന്, പ്രതിപക്ഷ നേതാവും വന്ന്, കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. മറ്റുള്ളവർ വന്ന് അവരും വാഗ്ദാനം ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ നടക്കുമെന്ന് നമുക്കറിയാൻ പാടില്ല. അത്രേ പറയണുള്ളൂ. ഇനി പറഞ്ഞിട്ട് എന്തിനാണ്?